ഹലോ ഗൈസ്, ദിസ് ഇസ് യുവർ വാട്ടേഴ്സ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ കുവൈറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കൂടെ ഇപ്പോൾ ഉള്ളത് ആരാന്നുണ്ടോ ബ്രോ? ഇതാണ് നമ്മുടെ സൂപ്പർ ജി വ്ളോഗ്സ്. അപ്പം ഒരുമിച്ച് ഒരേ റൂമിലാണെങ്കിലും ഒരു 2-3 വർഷം എടുത്ത് ഒരുമിച്ചൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മെഹബുള്ള ബ്ലോക്ക് 3യുടെ അടുത്ത് എന്തൊക്കെ കാണാനുണ്ട് എന്ന് പറഞ്ഞൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതൊരു സ്റ്റാർട്ടപ്പായിട്ട് കുവൈറ്റിൻ്റെ വ്ളോഗൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. പുള്ളി എന്താ ഹാംസ് ഒന്ന് കണ്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേക്കണേ. ആ ടാറ്റു പുള്ളി പുതിയ ടാറ്റു ഇട്ടിട്ടുണ്ട്. ഓക്കെ ബ്രോ, എന്തെങ്കിലും പറയുന്നില്ലേ? ടാറ്റു പ്രൈസ് ഗസ് ചെയ്യാൻ പറയാണ്. കറക്റ്റ് ഗസ് ചെയ്യുന്നവർക്ക് സൂപ്പർ ജി വ്ളോഗ്സ് ഒരു 10 കേടി കൊടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ YSK സ്കൂൾ. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഈവനിങ് ടൈമിൽ വന്ന് വാക്കിങ്ങിനായാലും പിന്നെ വന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. വണ്ടികളും വായി നോക്കിയിരിക്കാനൊക്കെ നല്ല സ്ഥലമാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ അനന്തർ സൈഡിലെ വ്യൂ. വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം ഇവിടെ നിറച്ച് കുറേ ആൾക്കാർ നമുക്ക് കാണാൻ നടക്കാൻ വരുന്നവരും അവരും പിന്നെ ഫോട്ടോസ് എടുക്കാനായിട്ടും. ഇത് പാർക്കാള സ്കൂളാ? ഇതാണ് YSK സ്കൂൾ ബ്രോ. ഓക്കെ, കുറച്ച് കലിപ്പനായിട്ടാണ് നടന്നു വരുന്നത്. ഇപ്പൊ ജിമ്മിൽ പോയി കുറച്ച് മസിലൊക്കെ വെച്ചപ്പോഴത്തേക്ക് താനൊരു കലിപ്പനാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറച്ച് പെയിൻ ഉണ്ട്, ബോഡി പെയിൻ ഉണ്ട്. ഇത് കണ്ട് നമ്മുടെ ISK സ്കൂളിന്റെ അവിടെ നിന്ന് നേരെ നമുക്ക് പോകേണ്ടത് ബർഗർ കിങ് എന്ന ബോർഡ് കണ്ടില്ലായിരുന്നോ? അതിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ പാർക്ക് വരുന്നത്. അപ്പോൾ അവിടെ പോകാനായിട്ട് റോഡ് ക്രോസ് ചെയ്യണം. ഇവിടെയാണെങ്കിൽ എപ്പോഴും നല്ലൊരു ട്രാഫിക്കുള്ള സ്ഥലമാണ്. ഈ വലത്തെ സൈഡുള്ള റോഡ്, അപ്പർ സൈഡ് എപ്പോഴും ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ടിം ഹോട്ടൽസിൻ്റെ അടുത്ത് നിന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ സിഗ്നൽ എടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റും. ഓടി വാങ്ങ ബ്രോ, ഓടി വാ ബ്രോ, സിഗ്നൽ പോട്ടാ ബ്രോ, ഓടി വാങ്ങ. കേക്കില്ല സത്തമ്മ. ക്ലൈമറ്റ് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ബ്രോ, തണുപ്പൊക്കെ സ്റ്റാർട്ട് ആവും. ഒരു കോൾഡ് കാപ്പി കുടിച്ചാൽ എപ്പി ഇരിക്കും? കോൾഡ് കോഫി ഇപ്പോഴല്ല, കോൾഡ് കാപ്പി കൂടെ എന്താ ഷവർമ, അതാ ചിക്കൻ, അത് വെച്ച് അടിച്ചാൽ. കുവൈറ്റിൽ ഇപ്പം ഏകദേശം നമ്മളെ ചൂട് സമയമൊക്കെ തീരാറായി. എന്ന് വെച്ചാൽ തണുപ്പ് കാലം തുടങ്ങാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ചൂടായതുകൊണ്ടാണ് ഇത്രയും നാൾ പുറത്തിറങ്ങാണ്ടിരുന്നത്. ഇപ്പം തണുപ്പ് തുടങ്ങുന്നുണ്ട്, നമ്മളങ്ങനെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. നമുക്ക് എന്നാണ് ഇതൊക്കെ ബർഗർ കിങ് ഭക്ഷണം പോവതില്ല. ബർഗർ കിങ് ഉണ്ട്, ഞങ്ങൾ കയറാറില്ല. പോവുന്ന ആ ബോർഡ് കാട്ടിക്കോ, പേ ആൻഡ് കളക്ട് ഹിയർ. അവിടുന്ന് നമ്മളെ ബർഗർ കിങ് ആണ് ലാൻഡ് മാർക്ക്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ പബ്ലിക് പാർക്ക് ഉള്ളത്. വേണമെങ്കിൽ വീണ്ടും ഒരു ലാൻഡ് മാർക്ക് നമ്മൾ ഓഷൻ വ്യൂ ഹോട്ടൽ, അതിൻ്റെ തൊട്ട് സ്പായോ എന്നാ സ്പാ ആൻഡ് സലൂൺ. ഓക്കെ, അതിന് ഓപ്പോസിറ്റ് ആണ് കേട്ടോ സ്ഥലം. ഇങ്ങൊരു പാർക്ക് ഇരിക്കണ കണ്ട, ഇത്രയും നാൾ 3 വർഷമായി പുള്ളി കുവൈറ്റ് വന്നിട്ട് പുള്ളി പോലും തൊട്ടടുത്തുള്ള ഈ പാർക്ക് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ പല ഫോട്ടോഷൂട്ടിനായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാനും പല ആൾക്കാരെ ഫോട്ടോഷൂട്ടിന് കൊണ്ടുവരുമ്പോൾ അവര് ഇതേ ചോദ്യം ചോദിക്കുന്നത്, ഇവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു അത്. ഇതാണ് എൻട്രി, ആൾവേസ് ഫ്രീ എൻട്രി ആണ്, പല പേയ്മെന്റ് അങ്ങനെയൊന്നുമില്ല. പാർക്ക് നെയിം മെഹബുള്ള പബ്ലിക് പാർക്ക്, അങ്ങനെയാണ് ഗൂഗിൾ മാപ്പ് ഇട്ടേക്കുന്നത്. ഗാന്ധി പാർക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട് ബ്രോ പാർക്ക്. എന്ന് വെച്ചാൽ മെഹബുള്ള, അബു ഖലീഫ പാർക്ക്. ഇത് ഓൺലി ചിൽഡ്രൻസ് ചൈൽഡ് മാത്രം. നമ്മള് കളിക്കണ്ട, നമ്മൾക്ക് ജസ്റ്റ് ഒരു ഈവനിങ് വാക്ക്. പിന്നെ എന്താ പറയാനാ, വന്ന് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് കുറച്ച് നേരം ടൈം. പിന്നെ ഇല്ലല്ലോ ഗേൾ ഫ്രണ്ട്. പിന്നെ ഇതാണ് ചിൽഡ്രൻസിന് കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. പുള്ളിക്ക് എപ്പോഴും ഈ കമന്റ് ഇടുന്ന ആൾക്കാരെ പേടിയാണ് ഗൈസ്. അപ്പം കുറച്ച് പുള്ളിക്ക് ഇച്ചിരി മോട്ടിവേഷൻ ആയിട്ട് നല്ല കമന്റുകൾ ഇടുവാണെങ്കിൽ പുള്ളി ഇതുപോലെ കുറെ വീഡിയോ
വരുന്നതായിരിക്കും. ഡേറ്റ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ആവത്തില്ല. ഇപ്പോൾ ഉണ്ട് കുറേ മരങ്ങൾ. പിന്നെ ഈ ഇടയ്ക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുകയാണ് ചിക്കൻ പോക്സ്. കുറേ ആൾക്കാർക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേപ്പില വേണമെങ്കിൽ ഇവിടെ വന്നാൽ കിട്ടും ഗൈസ്. ഇവിടെ നിന്നാണ് ഞാൻ തന്നെ 4-5 പേർക്ക് പറിച്ച് കൊടുത്തിട്ടുണ്ട്. മെഡിസിനാ എന്നിട്ട് ചെയ്ത് കാണിച്ച ഇന്നലെ ബ്രഷ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞേ. പേസ്റ്റ് ബ്രഷ് വേണമെങ്കിൽ പിന്നെ நம்ம ப்ரஷ் யூஸ் பண்ணலாம். ஆனால் இது வேணும் பேஸ்ட் நம்ம அதை தான் பண்ண முடியும். இல்லை கஷ்டம் പേസ്റ്റ് കുറച്ച് ചെറിയ ഗ്യാങ്ങുമായിട്ട് ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റിയ സ്ഥലമാണ് ഇവിടെ. വലിയ ശല്യവും അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാർ അങ്ങനെ അധികം ആരുമില്ല. അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണിത്. കാരണം ഞാൻ തന്നെ കുറേ ക്യാമറ ഉണ്ടോ? CCTV ഉണ്ട്. അതിൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെ പ്ലാനിങ് ഒക്കെ മനസ്സിലിരുന്നാൽ മതി. ഡൗട്ട് ഒരു ജനറൽ നോളജ് தான். ഇപ്പം ഒരു വേനൽക്കാലമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു കാലാവസ്ഥയായതുകൊണ്ടാണ് ഇപ്പം ചെടികളൊക്കെ ഇങ്ങനെ ഒരു കളർഫുൾ അല്ലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നീ കുറച്ചാലും ഇപ്പം ഒരു നല്ല മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഗ്രീനറി ആയിരിക്കും ഇവിടെ. സീനും നല്ല അടിപൊളിയായിരിക്കും കാണാൻ. കൊടുത്ത് കടശം അപ്പടിയാ വരുത്. പുള്ളി ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ ബിൽഡിംഗ് ഒക്കെ വെച്ചെടുക്കാനായാലും പിന്നെ കുറച്ച് കുവൈറ്റിൽ കുറച്ച് പച്ചപ്പുള്ള സ്ഥലങ്ങൾ വളരെ കുറച്ചാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല അടുത്ത് ഞാൻ തന്നെ ഇവിടെ തന്നെ കുറേ പേർക്ക് മോം ടു ബി പിന്നെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റേഡിയം ബാസ്കറ്റ് ബോൾ എനിക്ക് தெரியும். പിന്നെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് റോഡിൻ്റെ അപ്പുറത്തൂടി വരുവാണെങ്കിൽ സ്റ്റേഡിയം മറ്റേ ഫുട്ബോളിൻ്റെ ടർഫ് അവൈലബിൾ ആണ്. നേരത്തെ പ്രീ ബുക്ക് ചെയ്യുവാണെങ്കിൽ പറ്റത്തുള്ളൂ. എപ്പോഴും ബിസി ആയിരിക്കും. പിന്നെ നല്ല കുറേ വേപ്പം മരവും അതിൻ്റെ മുട്ടുള്ള കാറ്റൊക്കെ കൊള്ളുന്ന നല്ലതാണെന്ന് ഞാൻ കുറച്ചിലേക്ക് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് വാഷ്റൂം കൊടുത്തത്. മെയിൽ വാഷ്റൂം ഇവിടെ, ഫീമെയിൽ വാഷ്റൂം അപ്പുറത്ത് അറ്റത്തായിട്ട് വരും. ഓക്കെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ മഹബുള്ള പബ്ലിക് പാർക്ക് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു എൻട്രി ഒരു എക്സിറ്റേ ഉള്ളൂ. പിന്നെ കാർ പാർക്കിങ്ങിൽ ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. പിന്നെ വിശക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്, ബർഗർ കിങ്, പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിസ്സ ഹട്ടും പിന്നെ അങ്ങനെ കുറേ ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഫോട്ടോഷൂട്ട് ആഗ്രഹിക്കുന്നവർക്ക് നല്ല പറ്റിയ ലൊക്കേഷനാണ്. തൊട്ടടുത്ത് നടന്നു വരാം. ഫോട്ടോ എടുത്ത് പിന്നെ നമ്മുടെ പാർക്കിൻ്റെ അവിടെ നിന്ന് തന്നെ തൊട്ടടുത്തുള്ള റോഡ് അതുവഴി കയറുവാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ മഹബുള്ള പബ്ലിക് ബീച്ച് അതിലോട്ടുള്ള വഴിയുണ്ട്. അപ്പം അത് നമുക്ക് പോയി കാണാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം ഏകദേശം വൈകിട്ട് 6 മണിയായി. അതിൻ്റെ ആയിട്ടുള്ള ലൈറ്റിങ്ങിൻ്റെ കുറച്ച് കുറവുണ്ട്. എന്നാലും നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. അപ്പം ബ്രോ, പബ്ലിക് പാർക്ക് എങ്ങനെ, മഹബുള്ള പബ്ലിക് പാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലേ? പുള്ളി അപ്പം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായില്ല. വേറെ ഏത് പാർക്കാണ് ബെസ്റ്റ്? പുറകിൽ നിന്നുള്ള ഈ റോഡ് നമ്മൾ ക്രോസ് ചെയ്ത് എല്ലാം എടുത്തോളാ, ഫോട്ടോ കിട്ടുമല്ലോ. ഫോണ്, പർസ്, ഹെഡ്സെറ്റ്, ട്രൗസർ, സോക്സ് എല്ലാം. സോ അവിടെ നിന്ന് നമുക്ക് ഈ ചെടികളുടെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ നടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഇവിടുത്തെ പബ്ലിക് ബീച്ചിലോട്ടാണ്. ഇത് ഇന്ത്യയിൽ എന്താ என்ன നടക്കും இந்த மாதிரி? പുള്ളിയുടെ വേണ്ട, ഇത് വേണ്ട. ഇത് ഇന്ത്യയിലാണ് இந்த மாதிரி. താറ്റ് തന്നെ പുള്ളിയുടെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ഇടുക. യൂസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ ഷെയറെല്ലാം പോട്ടിരിക്ക അവൾ കൊണ്ടുവന്നതോ കണ്ടേ. അപ്പം ഇതാണ് നമ്മുടെ മഹബുള്ള ബീച്ച്, പബ്ലിക് ബീച്ചിന്റെ വേറൊരു സൈഡാണ്. അപ്പോൾ കാർ ഇവിടെയും പാർക്ക് ചെയ്യാനായിട്ട് നല്ല ഒരുപാട് സ്ഥലമുണ്ട്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത വലുതായിട്ട് അലകളൊന്നും കാണത്തില്ല. നല്ല ശാന്തമായി വന്ന് കാറ്റ് കൊണ്ട് പോവാം. പിന്നെ ഇവിടെയും വലിയ ആൾക്കാരൊന്നും വരത്തില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ വേണ്ട അവിടെ ഈ കണ്ടില്ലേ, നമുക്ക് പാർക്ക് വയ്ക്കും. ഇതുപോലെ
കസേര ഇതൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ വീട്ടുകാരുമായിട്ട് നിന്ന് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ്, നല്ല മൊമെൻറ്റ് സ്പെൻഡ് ചെയ്തിട്ട് പോവാം. സ്നാക്സ് കൊണ്ടുവരും, സ്നാക്സ്. വരുമ്പോൾ സ്നാക്സും വെള്ളമൊക്കെ എടുക്കുക. ഇവിടെ അടുത്ത് വലിയ കടകളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ ഉണ്ടല്ലേ, ഇവിടുന്ന് നേരെ നടന്ന അറ്റത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നേരെ മാജിക് മോളിലോട്ട് കയറാം. കുവൈറ്റ് മാജിക് മാളിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇതുവഴി നേരെ നടന്നു കഴിഞ്ഞാൽ ആ റൈറ്റ് സൈഡിലോട്ട് അടയിടണ്ടില്ലേ മരത്തിന്റെ ബാക്കിൽ. അപ്പം ഇതാണ് നമ്മുടെ ഈ മഹബുള്ള ബീച്ചിന്റെ വേറൊരു സൈഡ്. ഈ സൈഡ് മൊത്തം എല്ലാ സ്ഥലത്തും നമുക്ക് എൻട്രി അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇച്ചിരി വെള്ളം കൂടുതലാണ്. നമ്മളിപ്പോ എങ്ങനെ അപ്പർ സൈഡോട്ട് പോകുന്നറിയില്ല. നോക്കട്ടെ. ഇന്ന് ഇച്ചിരി നല്ല വെള്ളമുണ്ട്, കുളിക്കാൻ പറ്റിയ സമയമാണ്. പിന്നെ വലിയ അലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളവും നല്ല ക്ലിയർ ആയിരിക്കും. ഒറ്റയ്ക്ക് വന്നിരുന്ന് നല്ല വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അയ്യോ ஷூக்குள்ள தண்ணி வரும் கேட்டியா? ചെരുപ്പിട്ടോണ്ട് ஒரு காரியம் செய்யலாம், அந்த கல்லுக்கு மேல நின்று காலை வச்சு எடுக்கலாம். നമുക്ക് ദൂരെ നിന്ന് അലകൾ കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ അടുത്ത് സൂം ചെയ്തിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ അലകളൊക്കെ കാണാം. കടലിൽ അല കാണാൻ വരുന്ന പോലെ ഇങ്ങനെ അടുത്തിരിക്കേണ്ടതാണ്. அந்த ரீல்ஸ் ஒன்று பண்ணுவானு தெரியுமா? அது ஒன்று பண்ணலாம். அந்த வலியே உயிர் வலியே உருண்டு ஈராய் அந்த மாதிரி பிளேஸ் வேணும்ல, സിറ്റുവേഷൻ. അപ്പോൾ കറക്റ്റാக இருக்கும் റീൽസ്. നമുക്ക് ബീച്ചിന്റെ വേറെ സൈഡിലോട്ട് പോയി നോക്കാമല്ലോ, അപ്പർ സൈഡ്. അപ്പോൾ അതുകൾ ഇതായിരുന്നു, ഇരുട്ടിരും. ഇരുട്ടുന്നതിന് മുമ്പ് പെട്ടെന്ന് പോകാം. ഇരുട്ടിരും, പോതുകൾ ഇരുട്ടിരും. ആക്ച്വലി വെള്ളം ഇവിടെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുവഴി നമുക്ക് ലെഫ്റ്റ് സൈഡ് വഴി കയറി പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ വെള്ളം കൂടുതലായതുകൊണ്ട് പിന്നെ ഷൂ ഇട്ടേക്കുന്നുണ്ട് മാത്രം നമ്മൾ തിരിച്ച് വീണ്ടും അങ്ങോട്ട് റോഡ് വഴി കയറി റൈറ്റ് സൈഡിൽ കൂടി പോയി വേറെ എൻട്രി ഉണ്ട്. അപ്പോൾ അത് ഫോട്ടോസ് നമുക്ക് രാവിലെ വരണം ബ്രോ. ഇപ്പൊ വൈകിട്ട് വന്നാൽ കുറച്ചു നേരം നമുക്കിവിടെ പിന്നെ ബസ് അടുത്ത് എങ്ങോട്ടാണ് പോണ്ടേ? ഫുഡ് കഴിക്കാം. നമുക്ക് പിന്നെ ഉള്ളത് തൊട്ടടുത്ത് മാജിക് മാൾ ഉണ്ട്. അത് കുറച്ച് വലിയ സ്ഥലമാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് മാത്രം കവർ ചെയ്തിടാം. നിങ്ങളെന്താ ഉണ്ട്? നിങ്ങൾ ആ മറ്റേ സാധനമാണോ ഇൻവെർട്ടർ? പുള്ളി വിഷന്ന് കഴിഞ്ഞാൽ വേറെ മനുഷ്യനായി മാറുന്നു. ബാറ്ററി ഡൗൺ ആയിடுச்சு. ഇപ്പം ബാറ്ററി എംടി ആക പോகுது. 5 മിനിറ്റ്സിൽ സ്വിച്ച് ഓഫ് ആയിരും ഫോൺ. ഫോണിൽ ചാർജ് ഉണ്ട് ബ്രോ, കുറച്ചുണ്ട്. ബാറ്ററി എംടി ആയിരും. മുമ്പ് കണ്ട സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് കുവൈറ്റീസും ഇവിടുത്തെ നാട്ടുകാരൊക്കെയാണ്. വൈകിട്ട് ഫാമിലി ആയിട്ട് വന്ന് അവിടെ ഇരിക്കും, കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ വന്നിരിക്കും. പിന്നെ നമ്മുടെ ലോക്കൽസിനെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ പോകേണ്ടത് വേറെ സ്ഥലത്തോട്ടാണ്. അതിപ്പോൾ കാണിച്ചു തരാം. അത് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ടിട്ട് നടക്കുക. ലൊക്കേഷൻ ലാൻഡ്മാർക്ക് വേണമെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കണ്ടില്ല ഒരു മക്ഡൊണാൾഡ്സ് സിമ്പിൾ ഉണ്ട്, അതൊന്നും നോക്കി നമ്മൾ നടന്നാൽ മതി. ഇതാണ് നമ്മളൊരു തമിഴ്നാട്ടിൽ പോയ ടച്ചില്ല. ഇവിടെ മണല്, മറ്റേ വെള്ളം കുടിക്കുന്ന ചെടി, മുള്ളു ചെടി. ஆக்சுவலி அந்த மாலுக்குள்ள ஸ்பெஷல் என்ன தெரியுமா? அந்த ஒயிட் மால்க்குள்ள. ഏത് മാളാ? മാളിന്റെ പേര് அந்த ஒயிட் மால் சொன்னோம்ல. ഏത് മാള്? தாஜ்மஹால் போல. தாஜ்மஹால் எங்க இருக்கு? താജ്മഹൽ ഇന്ത്യയിലുണ്ട്. இந்தியால இருக்கு. இந்தியால எங்க? அதை சொல்லி கரெக்ட். ഇന്ത്യയില് ന്യൂഡൽഹി. ന്യൂഡൽഹിയിல அந்த தாஜ்மஹால் இருக்கு. സ്ഥലത്ത് പേര് என்ன? താജ്മഹൽ எங்க இருக்கு? அது கரெக்டா എവിടെ ഉണ്ട്? ஆக்ரா. அது பேர் ஆக்ரா. கரெக்டா. ஓகே, ஆக்ரா. தாஜ்மஹால் அங்கதான் இருக்கு. அதே போல இங்க ஒரு மால் இருக்கு குவைத்ல, ஒயிட் மால். குவைத் மாலா? ஒயிட் மால். ஒயிட் மால். ஓகே. வந்து வெள்ளை மாளிகை சொல்லுவாங்க. அங்க வந்து கப்புள்ஸ் போகக்கூடாது, யாரும் போகக்கூடாது. ஒன்லி இந்த வெர்ஜின் பாய்ஸ், சிங்கிள், அவங்க மட்டும் போகக்கூடிய இடம். அந்த ஸ்தலம், അങ്ങനത്തെ സ്ഥലമുണ്ട്. உங்க ஸ்தலம் இருக்குது, உங்களுக்கு தெரியல, நான் காட்டி தான். പോവാം. நெக்ஸ்ட் விளாக் அங்கே தான். ஓகே பஸ்.
போகணுமா வேண்டாமா நீங்கள் சொல்லுங்கள், நான் உங்களுக்கு கொண்டு போகிறேன். അല്ല വെർജിൻ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നു? മാൾ ഉണ്ട്, അത് കൊണ്ടുപോകണം, വൈറ്റ് മാൾ. ഓക്കെ, ഇങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്, നമുക്ക് പിന്നെ അടുത്ത വ്ളോഗിൽ നോക്കാം തള്ളാണോ. സോ അവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ഏത് വഴി കയറിയാലും നമ്മൾ അടുത്ത ബീച്ചിലോട്ട് ഇങ്ങനെ എത്തും. നമ്മളെ കാണുന്നൊരു വിചാരിക്കും എടുത്ത് വലിയ വ്ളോഗറാന്ന് വിചാരിക്കും. இந்த இடம் வந்து ஒரு സേഫ്റ്റിയുടെ കാര്യം മാത്രം നിങ്ങൾ സ്വന്തമായി നോക്കിക്കോണം ഗൈസ്. കാരണം ഇവിടെ പ്രത്യേകിച്ച് CCTVയോ ക്യാമറയോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. അപ്പം നിങ്ങൾ സ്വന്തം റിസ്കിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അല്ലെങ്കിൽ മഹർ വാസ് ഹിയർ എന്ന് വെച്ചാൽ എന്താണ്? അറബിയ. ഇതാണ് മെയിൻ. നമ്മൾ മറ്റേ സൈഡിൽ കുവൈറ്റിസ് സ്ഥലമായിട്ടാണ് നമ്മുടെ ലോക്കൽസ് അധികം വരാത്തത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ ഉള്ള പബ്ലിക് ബീച്ചിൻ്റെ ഏരിയ. ഇവിടെയാണ് നമ്മുടെ ലോക്കൽസ് ആൾക്കാർ മൊത്തം വരുന്നത്. മീൻ പിടിക്കാൻ സ്ലിപ്പായിടുന്ന കഷ്ടം. ഡ്യൂട്ടി പോകാൻ മുടിയാത്. ഡ്യൂട്ടി ഇപ്പോൾ കഷ്ടം. ഈ ഫസ്റ്റ് ഇയർ വരുന്ന ഞാൻ இந்த இது கொண்டு வந்திருப்பேன், தூண்டில் கொண்டு வந்திருப்பேன் മീൻ പിടിക്കാനാ. മീൻ പിടിക്കാൻ വേറെ ദിവസം വരാം, ഫിഷിംഗ് വ്ളോഗാക്കാം. ഗോപ്രോ എടുത്ത് ഫിഷ് ഇരിക്കാൻ പോവാ. പക്ഷെ കാശ് കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ഇവിടെ. ടേസ്റ്റേ ഇല്ല. ലാസ്റ്റ് ടൈം ഒരു പെരിയ ഫിഷ് പിടിച്ച ഇവിടുന്ന് അത്രയും ദൂരം നടന്നു പോയിട്ടും പുള്ളിയുടെ വയറ് വരേ ഉള്ളു വെള്ളം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കുളിക്കാനൊക്കെ സേഫാണ്, പിന്നെ വലിയ അലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് കുളിച്ച് റെഡിയായി പോവാം. പിന്നെ സ്വിമ്മിങ് അറിയാത്ത ഞാൻ ഇത്രയും നാള് ബീച്ചിലാടിയതല്ലോ. പിന്നെ ഗൈസ് വൈകിട്ട് വന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. ഏകദേശം ഇപ്പോൾ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല റിലാക്സ് ആയിട്ട് വൈകിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ കപ്പിൾസായിട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ നോക്കിക്കണം. കാരണം ഇവിടെ ഒരു മനുഷ്യന്മാരും ഇല്ല. ഓക്കെ, പിന്നെ വെള്ളത്തിന് വലിയ ആഴമൊന്നുമില്ല. നമ്മൾ കണ്ടില്ലേ ആ കല്ല് എൻ്റെ ഇവിടെ ചെസ്റ്റ് വരെയുള്ള കല്ലാണ്. അപ്പം അത്രയും അവിടുത്തെ ആഴമുള്ളൂ. അപ്പം ചൂട് കാലമൊക്കെ പോയി. അപ്പം ഓരോരുത്തരായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് എവിടെ പോകണം എന്ന് പറഞ്ഞ് ആലോചിച്ച് നടക്കുമായിരിക്കും. ഓക്കെ, അപ്പം വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇതാണ് ഗൈസ്. ഇതൊക്കെയാണ് വന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് ഫ്രഷ് ആയിട്ട് തിരിച്ചു പോകാം. പിന്നെ വീഡിയോസും ഇതൊക്കെ ചെയ്യാനാണെങ്കിൽ ഇവിടെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് അടുത്തത് ആ അറ്റത്താണ് നമ്മുടെ ഫിഷിംഗ് സ്പോട്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മീൻ പിടിക്കാനായിട്ട് അവിടെയാണ്. ആ റൈറ്റ് സൈഡ് ഡെഡ് എൻഡ് ഇല്ലേ, അവിടെ വേണം പോകുന്നത്. നമ്മളവിടെ പോയി നോക്കാം. ഇരുട്ടാണെങ്കിൽ അവിടുത്തെ കാണിച്ചു തരാം. ഇരുട്ടാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. ഓക്കെ, ഷാറുഖ് ഖാൻ സ്റ്റെപ്പ് தான். சோகமா நிக்கிறேன்னு சொல்லிட்டு நீங்க எப்படி நிக்கிறீங்க? சோகமாட்டான்டா, இப்போ வேண்டாம், சோகமாட்டான்டா. இப்போ வந்தேன் நான். ஜிம்மு கொடுத்து അതേ പോസ് മതി. അങ്ങനെ നമ്മ സെൽഫി എടുത്ത് പോടണല്ലേ വന്നിട്ട്. അപ്പം ഇതാണ് ഗൈസ് നമ്മളെ മെർബിള ബീച്ചിന്റെ വിശേഷങ്ങൾ ഇത്രയാണ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് കാണിക്കാൻ നോക്കാം. ഇപ്പം ഓൾറെഡി ഇരുട്ടി, ഇപ്പം തന്നെ കണ്ടില്ലേ ക്ലാരിറ്റി ഒക്കെ പോയി തുടങ്ങി. ഓക്കെ, അപ്പം എങ്ങനെയെങ്കിലും ഒരു വ്ളോഗ് തുടങ്ങിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തുടങ്ങിയാണ് കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് സ്വന്തം ബൈസെപ്സും ട്രൈസെപ്സും കാണിച്ച് കിടക്കുന്ന. സോ നമ്മൾ ഇതുപോലെ ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. ഓക്കെ ബ്രോ, ஷேர் பண்ணுங்க, மறக்காம கீழே இருக்க உங்க பெல்ல பிரஸ் பண்ணுங்க. ഇത് ഡബിൾ മീനിങ് ആണോ? சேம் மீனிங் தான்.
இன்னைக்கு எடுத்த வீடியோ எப்படி இருந்தாலும் ஒரு வாரம் ஆயிருமா? இல்லை இதில் ஸ்டாப் தான் பண்ணட்டும். கொடுக்கணுமா? ஓடுங்கள் ஓடுங்கள். ഇതാണ് ഗൈസ് മെഹബുള്ള സ്ഥലത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥ. മെഹബുള്ള ബ്ലോക്ക് 3.